ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഈ ചൂട് എങ്ങനെയൊക്കെയുണ്ട്? ചൂട് നിങ്ങളുടെ നാട്ടിൽ ഉഷാറ് ചൂടല്ലേ? ഇവിടെ എന്നിട്ടും എത്ര ഡിഗ്രി? 47 പറയുന്നുണ്ട്. അത്ര ഡിഗ്രി ചൂടാ. 9 മണി, അതെൻ്റെ 9:30 കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അത്ര ചൂടാ. എന്താ ചെയ്യുക? പിന്നെ നാളെ മമ്മി 14 പള്ളി കയറി ഇറങ്ങാൻ പോവുകയാണ്. പള്ളിയിൽ നിന്ന് അങ്ങനെ ഇപ്പം നോയമ്പ് കാലമാണല്ലോ, അപ്പം പള്ളിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോകണം. 14 പള്ളി കയറി ഇറങ്ങും. അപ്പം മമ്മി പേര് കൊടുത്തു, അമ്മുൻ്റെ മമ്മി പേര് കൊടുത്തു, പിന്നെ ഡോൾഫിയുടെ മമ്മി പേര് കൊടുത്തു. അപ്പം അങ്ങനെ ഞങ്ങൾ സെറ്റായിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. നാളെ 7:15 പോകണം. രാത്രി 7:30 വരുമ്പോൾ റോളക്സ് എന്ത് ചെയ്യോ? അമ്മൂസിന് ജോലിക്ക് പോകണം, നോയലിന് ജോലിക്ക് പോകണം. റോയലിൻ്റെ കാര്യം ഉണ്ടാകൂടാ, അവരുണ്ടായതുകൊണ്ട് വലിയ കാര്യമില്ല. അപ്പം ഞങ്ങളെ കാണാണ്ടാവുമ്പോൾ അന്വേഷിച്ച് നടക്കും. സാരില്ല, അപ്പം എപ്പോഴും നമ്മുടെ ഒപ്പം തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ എന്താ ചെയ്യുക? ചെടിയുടെ വീഡിയോ ഇട്ടിട്ട് അതിൽ കമൻറ്റ് ഇഷ്ടം പോലെ വന്നില്ലേടാ, മണ്ണ് കളഞ്ഞിട്ടാണ് ചെടി നടണ്ടേന്ന്. കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് വേണം നടാൻ. പക്ഷെ ആദ്യം എനിക്കറിയണ്ടായിട്ടാ ഇങ്ങനത്തെ സംഭവം. സാധാരണ ആദ്യം പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. ഇപ്പൊ ഒരിടവയെ പിന്നെയാണ് കൊറേ അവര് 3-4 ഇട്ടിട്ടുണ്ടല്ലേ. പേര് ഞാൻ പ്രജീത അങ്ങനെ എന്തോ. മമ്മിയുടെ ഫോൺ ഉണ്ട്, മമ്മിയുടെ ഫോൺ ഇവിടെ ഇരിക്കുന്നു. 2-3 കമന്റ് ഇട്ടിട്ടുണ്ട്. 2-3 അല്ല 4 അവര് തന്നെ ഇട്ടിട്ടുണ്ട്. അവരെല്ലാത്തിലും കമന്റ് ഇടണ്ട് കേട്ടാ. അപ്പൊ ആ മോൾക്ക് എങ്ങനെയായാലും താങ്ക് യു. എപ്പോഴും എല്ലാത്തിലും കമന്റുകൾ ഇടണ്ട്, നമുക്കറിയാൻ പാടില്ലെങ്കിലും. ആരമോനെ പ്രജിത് പ്രവീൺ പ്രജിത് പ്രവീൺ കൊറേ കമന്റ് കണ്ട, കമന്റുകൾ ആള് കൊറേ നീ വലുത് കണ്ട എഴുതിയ കുത്തിപ്പിടിച്ചിരുന്ന് എഴുതിയ ഇഷ്ടം പോലെ. പ്രജിത്ത് പ്രവീൺ ആളാണ് ആ കമന്റ് ഇട്ടേക്കണേ. ആൾക്ക് ഹായ് പ്രജിത്ത് പ്രവീണേ ഹായ്. പിന്നെ നമ്മിപ്പോൾ വന്നിരുന്നത് എന്താണെന്ന് വെച്ചാൽ നോയലിൻ്റെയും എൻ്റെ മോൻ്റെയും മോളുടെയും കല്യാണം ഇപ്പോൾ ഒരു വർഷം. ജനുവരി 22 വന്നപ്പോൾ ഒരു വർഷമായി കല്യാണം ഉണ്ടായത്. ഈ ജനുവരി വന്നപ്പോൾ ഒരു വർഷമായി. നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടായി, അത് ഇട്ടിട്ടുണ്ടായി. അപ്പം ഒരു ചെറിയ ഒരു സംഭാഷണം, ഒരു 10-15 മിനിറ്റ് അടങ്ങിയ ഒരു വർത്താനം. അപ്പം അതിനകത്ത് എല്ലാവരും ഉൾക്കൊള്ളിക്കാം എന്ന് കരുതി ഞങ്ങൾ. അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയലിന് കല്യാണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 200 ഞാനിങ്ങനെ ആലോചിക്കാൻ പറഞ്ഞു. കല്യാണം അങ്ങനെ ആലോചിച്ചോളൂ, 27 വയസ്സായപ്പോൾ കല്യാണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കല്യാണം ആലോചിച്ചോളൂ എന്ന് എൻ്റെ ചേട്ടനോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആളിങ്ങനെ കല്യാണം ആലോചിച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലുള്ളൊരു പെണ്ണിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ നോയലിന് കല്യാണം. അവരും ഓക്കെ നോക്കാം എന്ന് പറഞ്ഞാൽ അവരും കൊണ്ടുവന്നൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാലെ ആണ് അമ്മുൻ്റെ കല്യാണം കേസ്. അമ്മുൻ്റെ കല്യാണം കേസ് വേറെ ഒന്നല്ല, അമ്മ അപ്പോൾ ഇവിടെ ജംഗ്ഷനിൽ, കോട്ടമുറി ജംഗ്ഷനിൽ ഹൈപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോകുന്ന ആള്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്ത്, അല്ല ഇങ്ങനെ ഒരു പെങ്കൊച്ചുണ്ടല്ലോ, അതിനൊന്ന് ചോദിച്ചു നോക്കിയെങ്കിലോ എന്ന് കരുതി. അപ്പം ഈ അമ്മുൻ്റെ മമ്മി എൻ്റെ കൂടെ പഠിച്ചതാണ്, ഞാനും അവളും ഒരുമിച്ച് പഠിച്ചതാ. ക്ലാസ്മേറ്റ്സ് അല്ല, ക്ലാസ്മേറ്റ്. എപ്പോഴും മമ്മിനെ കളിയാക്കിയാൽ എങ്ങനെ മക്കളെ? ഇംഗ്ലീഷൊക്കെ ഞങ്ങൾക്കും അറിയാം. 7ാം ക്ലാസ്സും ക്രിസ്തിയുള്ളെങ്കിലും നമ്മളും കുറച്ചൊക്കെ ഇത്രയും നാൾ ജീവിച്ചില്ലേ മക്കളെ. അപ്പം ഇത്തിരി നമ്മ പയറ്റിക്കണം. അപ്പം അതൊക്കെ പോട്ടെ. അപ്പം അവള് അമ്മുൻ്റെ മമ്മിയും ഒരു ഡേ കെയറിൽ അല്ലേ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ഇവർ 2 കൂട്ടരും പോകാം. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച ആ സമയത്ത് തന്നെ ഞാൻ അമ്മുൻ്റെ മമ്മിനോട് പറഞ്ഞ്, വൈകുന്നേരം അവൾ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഇങ്ങോട്ട് അല്ലെങ്കിൽ കാണും ചിരിക്കും, അത്യാവശ്യം എന്തെങ്കിലും ചോദിക്കുക, അങ്ങനെ പോകുള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഭയങ്കര കൂട്ട് വർത്താനം അങ്ങനെയൊന്നുമില്ല. അപ്പം ഇതിങ്ങനെ പോയപ്പോൾ ഞാൻ അതിന് അമ്മുൻ്റെ ഒരു അരി പോയി ഒരു ദിവസത്തിലെ അന്ന് തന്നെ ഉച്ചയ്ക്ക്. അപ്പം ഞാൻ ചോദിച്ചു, റീന വന്നാ ഇങ്ങനെ ജോലി സ്ഥലത്ത് നിന്ന് വന്നാന്ന് ചോദിച്ചപ്പോൾ വന്നിട്ടില്ല, ഞാൻ പോകണേണ്. അപ്പം ഞങ്ങൾ 2 പേരും കൊണ്ട് റേഷൻ കടയിൽ പോയിട്ടൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞു, വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഡാഡിനെ റേഷൻ കടയിൽ പോയി വിട്ടു. മമ്മി റീന പുറകെ വന്നു. വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ട് റീന ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞു.
അപ്പൊ എന്തിയടി എന്ന് ചോദിച്ചു. അപ്പൊ റീനയുടെ കൂടെ വേറൊരു ചിറ്റയും കൂടി ഉണ്ട് എന്നെ അറിയുന്നത്. ആ ചിറ്റ എന്ത് ചെയ്താ പോവില്ല, ആ ചിറ്റ ഇത് എന്തിട്ട് ചോദിക്കണേന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ഞാൻ എടുത്തു പറഞ്ഞു, എടി നിന്നോട് സ്വകാര്യമായിട്ടൊരു കാര്യം ചോദിക്കാനാണെന്ന് പറഞ്ഞപ്പോ ചിറ്റ എന്ത് ചെയ്താ പോവില്ല, ചിറ്റ എന്നെ നല്ലപോലെ അറിയണ ചിറ്റയാണ്, അതുകൊണ്ട് ചിറ്റ പോവില്ല ചിറ്റോട്. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് ഇങ്ങോട്ട് വാക്കേറ്, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ നട്ടകല്ലുമേ തന്നെ ഇരുന്നു. ആ ചിറ്റ പോയിട്ടില്ല, ആ ചിറ്റ അവിടെ റോട്ടിൽ നിൽക്കണമുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു, റീന ഇതിൻ്റെ അമ്മൂസായിട്ട് നോയലിന് കല്യാണം ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതാ നിൻ്റെ മോള എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അവളോട് പെട്ടെന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ കല്യാണ കേസൊന്നും ആലോചിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ കേസുകൾ വരുന്നുണ്ടായപ്പോൾ അവരൊക്കെ തട്ടിമാറ്റി കളയായിരുന്നു. ഒന്നാമത് ഇപ്പം മൂത്ത ആളെ കെട്ടിച്ച് ആൾ രണ്ടാമത്തെ പ്രസവത്തോടു കൂടിയൊക്കെ വന്ന് നിൽക്കണേണ്. അപ്പോൾ പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ കയ്യിലൊന്നും ഇല്ല. അപ്പം അതനുസരിച്ച് അവർ പറഞ്ഞ് ഇപ്പോൾ നടത്തണില്ലടി, എന്നാലും ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഉടനടി വേണമെന്ന് ഞങ്ങൾ പറയണില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ വീട്ടിൽ ചെന്ന് എല്ലാവരോടും ആലോചിക്കുക, അച്ഛനോടും എല്ലാവരോടും നിൻ്റെ ആൾക്കാരോട് ആലോചിച്ചിട്ട് മതി, സാവകാശം മതി എന്ന് പറഞ്ഞു. അപ്പം ഇവള് അങ്ങനെ. അപ്പം ഈ മമ്മി ഇവിടെ ഇരിക്കാതെ അമ്മു ജോലി കഴിഞ്ഞ് പോരുന്നു. അപ്പം ഈ മമ്മി റീന അമ്മുവിനോട് അമ്മു ഇവിടെ വന്നേ അമ്മൂസേ എന്ന് പറഞ്ഞു. അപ്പം അമ്മു ഈ പേടിച്ച് പറിച്ച് നടകല്ലിൻ്റെ അവിടേക്ക് കയറണേ എന്തേ മമ്മി എന്ന് ചോദിച്ചോണ്ട്. അപ്പം റീന ചോദിച്ച ചോദ്യം എന്തേ ഈ മമ്മി ബെല്ല ആൻറ്റി മോളായിട്ട് തരുമെന്ന് ചോദിക്കണു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പകച്ചു, ഇതെന്തിട്ട് ചോദിക്കുന്നു, ഇതിന് അങ്ങനത്തെ ഒരു ഇത് പകച്ചു എന്തുട്ടണേ. ഞാൻ ആദ്യം മമ്മിയോട് ചോദിക്കും, മമ്മി എന്താ ഇവിടെ ഇരിക്കണത് ഞാൻ ചോദിക്കണേ. മമ്മി അങ്ങനെ നേരത്തെ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോണതാ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കണല്ലോ. ഒരു വീഡിയോ ഞാൻ തിരിഞ്ഞപ്പോ ഞാൻ ആദ്യം മമ്മി എന്താ ഇവിടെ ഇരിക്കണേന്ന് വെച്ചാൽ മമ്മിയോട് നിൽക്കൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു വേറെ വല്ലവരും പറയണ നമ്മളെ ഇപ്പൊ നോക്കലാന്ന് പറയും. മമ്മി ചോദിച്ചു ഞാൻ എന്തിട്ട് പറയാനാ, അങ്ങനെ പറഞ്ഞു. അപ്പൊ ആ കൂടെ നിന്ന് ചിറ്റിയെന്ന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ സമാധാനം, അത് നല്ല കേസല്ലേടി എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു കുഴപ്പമില്ലടി നല്ലതാന്ന് പറഞ്ഞുകൊണ്ട് അതത് അറിഞ്ഞു കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് പോയുള്ളൂ. അപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ ആലോചിച്ചിട്ട് മതി എന്ന് പറഞ്ഞാൽ അവള് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് അവരെല്ലാവരോടും ആലോചിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടമായി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം എൻ്റെ ചേച്ചിയുടെ മോളെ ഇവിടെ കെട്ടിച്ചിട്ടുണ്ട്, അവളായിട്ട് ഭയങ്കര കൂട്ടാ റീന. അപ്പോൾ അവളെ വിളിച്ച് ബോബിത എന്ന് പറഞ്ഞത്, ആളെ വിളിച്ചുകൊണ്ട് വിവരം പറഞ്ഞെടി ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ബോബിതേ, ബലാൻറ്റിനോട് പറയി കുഴപ്പമൊന്നുമില്ല, പിന്നെന്താ സാവകാശം വേണം കുറച്ച് എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല. പിറ്റേ ദിവസം പിന്നെ ഞാൻ അങ്ങനെ പോയില്ല, പിറ്റേ ദിവസം പോയപ്പോൾ ഞാൻ വിവരം പറഞ്ഞെടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ചിടാം, അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചിടാ എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ പുത്രനോട് പറയണ്ടേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ മുകളിൽ ഷീറ്റിട്ട് ഒരു സ്ഥലം ഞാൻ കിടക്കുന്ന റൂമിൻ്റെ മുകളിൽ ഷീറ്റിട്ടിട്ടുണ്ട്. അപ്പോൾ കോണി കയറി വൈകുന്നേരം വന്നപ്പോൾ രാത്രി ഇവിടെ വന്നതിനായാലും ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് വിളിച്ചുണ്ട്. അവിടെ ഒരു കട്ടിലും കിടക്കൊക്കെ കിടക്കണ്ടായി. അവിടെ പോയിരുന്നുകൊണ്ട് ഞാൻ ചോദിച്ചേട്ടാ മോനെ ഇങ്ങനെ കല്യാണ കേസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു എനിക്കിപ്പോൾ ഒന്നും വേണ്ട മമ്മി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞേട്ടാ നമ്മുടെ കാർന്നമാരുടെ കടുമ നമ്മൾ കഴിക്കണം. 27 വയസ്സെന്ന് പറയുന്നത് കെട്ടേണ്ട പ്രായം തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞേട്ടാ ഇങ്ങനെ ഒരു പല കല്യാണ കേസുകളും വന്നപ്പോൾ ഇങ്ങനെ ഒരു കൊച്ചു ഇതുണ്ടല്ലോ. അപ്പം അത് നോക്കിയപ്പോൾ മമ്മിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല മമ്മി. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ വേറെ കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞ, ആലോചിച്ചിട്ട് അവർക്ക് സമ്മതമാണ്, ഉടനടി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മമ്മി ആ കേസ് ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കണായിരുന്നു. അങ്ങനെ വെച്ചിട്ട് ഞാനും അങ്ങോട്ട് പറയാൻ നിൽക്കായിരുന്നു അവൻ പറയുന്നു. അങ്ങനെ ആലോചിച്ച് ജനുവരി 22-ാം തീയതി ഒരാഴ്ച കൊണ്ട് വീട്ടുകാരൊക്കെ വന്ന് ഉറപ്പിച്ചു 7 മാസത്തേക്ക്. എല്ലാവരും കൂടിയും ഉറപ്പിച്ചപ്പോൾ നമ്മ ഒരു വളം കൊണ്ടിട്ട് കൊടുത്ത് കല്യാണം ഉറപ്പിച്ച് വെച്ച്. പിന്നെന്താ അപ്പൊ ഇതൊക്കെ മുന്നേ ഇപ്പോഴത്തെ ഇതുപോലെ വലിയ മരമായിരുന്നു. അപ്പൊ നമ്മുടെ ഫ്രണ്ട് വീട്ടില് അവിടെ ഒരു ഡാഷ് പട്ടിക്കുട്ടീനെ കൂടെ റോസ്ലിയ, അവിടെ ഡാഷ് ഒരു പട്ടിക്കുട്ടി ടുട്ടുമോൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങ ഇവിടെ ഒരു അപ്പൊ കല്യാണ കേസ് പറഞ്ഞിട്ടില്ല കേട്ടാ, അപ്പൊ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവര് അമ്മയും മമ്മിയും മോളും കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് ജോലി കഴിഞ്ഞ് രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് മുരിങ്ങക്കായ ഉണ്ടപ്പാ എടി അന്ന് ഇന്നടി 5-6 മുരിങ്ങക്കായ കൊണ്ട് വയ്ക്കും റീനേന്ന്. അപ്പോൾ വേറെ കല്യാണ കേസ് പറയുക അങ്ങനെയൊന്നും ഇല്ല കേട്ടാ, നമ്മ ഈ കാണുന്ന സ്നേഹത്തിൻ്റെ പേരിൽ.
അപ്പൊ ഇവര് ഈ പട്ടിക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിനെ കളിപ്പിച്ചിങ്ങനെ നിന്നപ്പ ഞാൻ വന്ന് പൊട്ടിച്ചല്ലേ. പക്ഷെ അതൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ നമ്മളിതൊക്കെ ഉറപ്പിച്ചപ്പോ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടല്ലേ ഒരു ഇത്. നോയിലാണ് പോയി 5-6 മുരിങ്ങക്കായ പൊട്ടിച്ചുണ്ടെന്ന്, മുരിങ്ങേമ്മേന്ന് മുരിങ്ങക്കായ പൊട്ടിച്ചുണ്ടെന്ന് കൊണ്ട് അമ്മുവിന് കൊടുത്ത്. അമ്മുവിന്റെ കയ്യില മമ്മിയുടെ കയ്യില. എന്റെ കയ്യിലുള്ള ബാഗിനകത്തായിരുന്നു. പക്ഷെ ഞാൻ പോയാൽ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോഴാണ് മുരിങ്ങക്കായും ടുട്ടുമോനും. അതാണ് കല്യാണ തുടക്കം. അങ്ങനെ പറഞ്ഞു. പക്ഷെ അപ്പോഴും അമ്മു നോയലിനെ കല്യാണ കേസ് പറഞ്ഞു വന്നപ്പോ അവർക്ക് പൊക്കം കുറവാണ്, നോയലിന് നിന്ന് നോക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. അത് ഡാരിയായിട്ട് എനിക്ക് എൻ്റെ വീടും കാടുവീട്ടി തന്നെയാണ്. ഇപ്പൊ ഡാരിയുടെ വീട് ഡാരി വീട്ടിലാണ് നമ്മ നിൽക്കണേല. എൻ്റെ വീട് ഇത്തിരി കൂടി അങ്ങോട്ട് പോകണം. അപ്പം എനിക്ക് ആളുടെ കല്യാണ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു ഇങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ആള് കഴിവൊക്കെ പറഞ്ഞു വന്നതായിരിക്കാം. ആള് പറഞ്ഞ് പൊക്കം കുറവാണ്, നിന്ന് നോക്കണം ഒരുമിച്ച് എന്ന് പറഞ്ഞു. ആ മോഡല് തന്നെ നോയൽ പറഞ്ഞു. നോയലല്ല, അമ്മു പറഞ്ഞു. അമ്മ അവിടെ പറഞ്ഞെന്ന് പറഞ്ഞേ നോയലിന് പൊക്കം കുറവാണ്, ഇപ്പൊ ഒരുമിച്ച് നിന്ന് പൊക്കം കുറവാന്നല്ല, അതല്ല പൊക്കം കറക്റ്റ് ആണ്. എനിക്ക് നല്ല പൊക്കമുള്ളവർ എനിക്കിഷ്ടം. അങ്ങനെയല്ല അമിതാഭ് ബച്ചനായിരുന്നു ഇഷ്ടം. ഇപ്പൊ കിട്ടിയത് അങ്ങനെയല്ല. എനിക്ക് ഹൈറ്റ് ഭയങ്കര ഇഷ്ടം. നമുക്ക് ഓരോരുത്തരെ കുറിച്ച് ഓരോ ഇതുണ്ടാവില്ല, സങ്കല്പം എന്നല്ല ഒരിഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ ഇതിലും പൊക്കം നോക്കി. അങ്ങനെ ഞങ്ങൾ ഒരു ഞായറാഴ്ച ഞാനും നോയിലും കൂടി പോയി വണ്ടിമേ പോയി പൊക്കം നോക്കി പോന്നു. അപ്പൊ പൊക്കം കുഴപ്പമില്ല, പാകോടും. എന്താ പൊക്കവും ഇതൊന്നല്ല മക്കളെ, ദൈവത്തിന്റെ ഒരേ ഇതുണ്ട്. ഇന്നാർക്ക് ഇന്നാരെന്നെ എഴുതി വെച്ചല്ലോ ദൈവം. കല്ലില പാട്ട് കേട്ടിട്ടുണ്ട? കള്ളബച്ച് മറുബച്ച് മേട ആ പാട്ട് അല്ല. നിങ്ങ പഴയ പാട്ടിനൊന്ന് ഓർത്ത് നോക്ക്. ഇപ്പൊ കമന്റ് വരും കേട്ടാ ഈ പാട്ട്. കളബച്ച് മറുബച്ച് മേട. ഹിന്ദിയല്ല, തമിഴാ കണ്ടിട്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ തമിഴം കണ്ട പഴയ പാട്ടാ. അല്ല, ഞാൻ പറയാം ഇന്നാർക്ക് ഇന്നാരനെ എഴുതി വെച്ചല്ലോ ദൈവം കല്ലിൽ. ഇന്ന ആൾക്ക് ഇന്ന ആളെ ചേരുമ്പടി ചേരുള്ളൂ എന്ന് ദൈവത്തിന്റെ നിയോഗമാണ് അത് എന്ന് ഞാൻ പറഞ്ഞു വന്നതാണ്. അത് ഈ പാട്ടിൽ കൂടെ പറഞ്ഞെന്നുള്ളൂ. ഇങ്ങനെ ഒരു പാട്ടുണ്ട് മക്കളെ, അത് നിങ്ങൾ അറിയണവരൊന്ന് 4 വരി എഴുതിക്കോളൂ കേട്ടാ. ഇവരൊന്നും കേട്ടിട്ടില്ല ഈ പാട്ട്. ഇവരുടെ മമ്മിയുടെ ഒക്കെ ചെറുപ്പത്തിലെ കേട്ടേക്കണ പാട്ടാ. നല്ല സൂപ്പർ പാട്ടാ. പഴയ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടു നോക്കി. ഈ പുതിയ പാട്ടുകൾ ഇച്ചിരി നീക്കി വെച്ചോണ്ട് ആ പഴയ പാട്ടൊന്നും നിങ്ങളുടെ മൊബൈലിൽ കിട്ടൂല. അതിട്ടൊന്ന് കേട്ടു നോക്കിയേ. സൂപ്പർ പാട്ടുകളല്ലേ പഴയ പാട്ടുകൾ, അടിപൊളി പാട്ടുകളാ. അങ്ങനെ 2023 ജനുവരി 22 കല്യാണം കഴിഞ്ഞു. 24 വന്നപ്പോ ഒരു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 2024 വന്നപ്പോ ജനുവരി 22 വന്നപ്പോ ഒരു വർഷമായി. അതിക്ക് പിന്നെ വീടിന്റെ 2 റൂം എടുത്ത് മെയിൻ്റെനൻസ് ചെയ്ത് ഇപ്പൊ നമ്മ ഇരിക്കണത് പഴയ വീട് തന്നെ. അതിന്റെ ബാക്കിലേക്ക് നമ്മ കാണിച്ചു കൊടുത്തല്ലേ നമ്മുടെ ഹോം ടൂറിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞു. പിന്നെ അതെ മിനിയാന്ന് ഞങ്ങൊരു പണി ചെയ്ത് വെച്ചത് കണ്ട, അമ്മോനെ ക്രോപ്പാക്കി. ആടി മോനെ എണ്ണ തേക്കാൻ വേണ്ടി അപ്പുറത്ത് നിന്നപ്പോ ഞാൻ പറഞ്ഞു അമ്മു മുടിയുടെ തുമ്പെട്ടി തരട്ടേന്ന് ചോദിച്ചപ്പോ ആ മമ്മി ഞാൻ പറയണെന്ന് എഴുതാണ് കൊലച്ച് കിടക്കണം. അപ്പൊ മമ്മിക്ക് അറിയാം. ഞാൻ പറഞ്ഞു ആ മമ്മി അല്ല, അതല്ലടാ മുടിയുടെ തുമ്പൊക്കെ ഇങ്ങനെ പിളർന്ന് കിടക്കണം വെട്ടണം മമ്മി എന്ന് പറഞ്ഞു. 2 കത്രകയുണ്ട് ഇവിടെ, എടുത്ത് നോക്കി കത്രക. അപ്പൊ ആള് പറഞ്ഞു ആ ഒരെണ്ണത്തിന് മുറിച്ചിട്ട് മമ്മിന്നല്ലാന്ന് പറഞ്ഞു. കൊണ്ടേ വെച്ച് കട്ട് ചെയ്തപ്പോ മുറിച്ചില്ല. എന്നിട്ട് വെട്ടിയത് എങ്ങനെയാക്കി. ഇതിലും രസോടനായില്ലേ എഞ്ചി ചിറ്റിയില്ലേ. ഇപ്പൊ ഡോൾഫി എന്ന് പറഞ്ഞ നാത്തൂൻ, എന്റെ മൂത്ത ആങ്ങളുടെ മോള് ഇളയത് കളമശ്ശേരി കെട്ടിച്ചേക്കുന്നത്. ഒരു ദിവസം ഇതുപോലെ, അത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അതെ, ഇവിടെ പ്രസവിച്ചെടുക്കാൻ വന്നതാ. വന്നിട്ട് എന്നോട് പറഞ്ഞു ബല്ലാൻ്റെ എൻ്റെ മുടിയുടെ തുമ്പൊന്ന് വെട്ടിത്തരുമെന്ന് ചോദിച്ച്. നല്ല പനങ്കൊല പോലത്തെ മുടിയായിരുന്നുട്ടാ. ഞാൻ ആന്ന് പറഞ്ഞു. അപ്പൊ ആന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മുടി വെട്ട്, എനിക്ക് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. ഇവിടെ അടുത്തടുത്ത ഇവരൊക്കെ വരും പിരികം ചെയ്യാനും. മുടി യുവായിട്ട് വെട്ടി കൊടുക്കുക, പിരികം ത്രെഡല്ല ചെയ്യാ, ബ്ലേഡ്ക്ക് ചെയ്തു കൊടുക്കുക. അങ്ങനത്തെ ഒക്കെ പണികളുണ്ട് എനിക്ക്.
അപ്പൊ അങ്ങനെ മുടി വെട്ടിത്തരുമെന്ന് വെച്ചപ്പോ ഞാൻ ഓക്കെ പറഞ്ഞു. എന്തോരം വെച്ച് വെട്ടണം മോളെ. അപ്പൊ ഒരുവിധ ഇറക്കൊണ്ട് നല്ല ഉള്ളുള്ള മുടിയാ, സിറിട്ടടൊക്കെ മുടി പോലെ ഇരുന്ന് വെച്ച മുടിയാ. അതിൻ്റെ ഇത് ഇവിടെ വെച്ച് വെട്ടി ഇച്ചിരി ഇറക്കാം. അപ്പൊ ഇത്ര വെച്ച് വെട്ടി ആന്ന് പറഞ്ഞു വെട്ടിയൊന്നും ഇപ്പൊ പെൺപിള്ളേര് വെട്ടിട്ടോണ്ട് നടക്കല്ലേ ഇത്ര അത്രയും പോയിടാ. എഞ്ചിച്ചിട്ടെന്ന് ലോളി തുടങ്ങി. ദൈവമേ കെട്ടി എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോ എന്ത് പറയും മുടി. ഞാൻ പറഞ്ഞു മോളെ കൊണ്ടുപോകാറാകുമ്പോഴത്തേനും മുടി ശരിയാകൂടി എന്ന് പറഞ്ഞു. ഇടിച്ചു നോലൊളിച്ച് ആകെ ബഹളമായിപ്പോയി. എന്തെങ്കിലും പറയാൻ പറ്റും. ലാസ്റ്റ് ഒരു 2-3 ആഴ്ച കൊണ്ട് ഞാൻ വെട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും കൂട്ട മുടി. അങ്ങനെ ഒരു ഇതുണ്ട്, നല്ല ക്ലിയർ ആയിട്ട് നല്ല ഇതായിട്ട് വളരും. അല്ലാതെ ചിലവര് മുടി വെട്ടിയാൽ നന്നായി പെട്ടെന്ന് നല്ല ഇതായിട്ട് വളരും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്ന് പറയേ. അങ്ങനെ മുടിയൊക്കെ വെട്ടി കൊടുക്കുക. അങ്ങനെ എന്തോ അന്ന് അങ്ങനെ ഒരു പാളിച്ചകൾ, അതുപോലെ ഒരു പാളിച്ച പറ്റിപ്പോയി. ഇപ്പൊ അതേ എല്ലാവരും വെറുതെ റാവ അടിച്ചിട്ട് ഇങ്ങനെ അഴിച്ചിട്ടെന്ന് പറഞ്ഞ്. അല്ല അത് 1-1.5 ആഴ്ച കൊണ്ട് ഒരു ഇതാകും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ മുടിയുടെ ഇതൊക്കെ ചെയ്യണ്ടല്ലോ. അപ്പൊ ഒന്ന് ഒരു പ്രൊമോഷൻ മുടിയുടെ കണ്ട ഞങ്ങൾ ഇങ്ങനെ ചെയ്യണ്ട്. ഇപ്പൊ തന്നലട ഇപ്പൊ ഒരു ഉള്ളുള്ള പോലെ തോന്നണില്ലേ നോയില്ലേ. മുന്നേ കിടന്നപ്പോ ഒരു ഇതില്ലാത്ത പോലെ. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്റെ മോളായതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാല, ചെയ്തു കൊടുക്കാല. മറ്റുള്ളവരെ എന്ന് തൊട്ട് അവര് വിവരം പറയും. ഇതും വിഷമമായി വെട്ടി കഴിഞ്ഞപ്പോ അയ്യോ മമ്മി എന്ന് പറയാം. സാലിന്റെ മോളെ ഒരാഴ്ച ഉണ്ട് അത് റെഡിയാവെന്ന് പറഞ്ഞു. ഞാനന്ന് വെറുതെ ഒന്ന് വീട്ടിൽ പോയത്. മമ്മി കൊന്നില്ല എന്നുള്ളു. എടി എന്തോരം നീ പരിശ്രമിക്കണം മുടി ഇത്തിരി നീളം വെക്കാൻ, എന്നിട്ട് നീ ഇങ്ങനെ ചെയ്തത്. ചെന്ന് കുറച്ച് കഴിഞ്ഞു വിചാരിച്ചു. പിറ്റേ ദിവസം എണീറ്റപ്പോഴും ഇതന്നെ പറഞ്ഞു. ഞാൻ മുടിയല്ലേ വന്നോളും വരും ശരിക്കും. പക്ഷെ മാളൂന് ഇഷ്ടപ്പെട്ടു കേട്ടാ. വെട്ടിയതാ മാളൂന് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. ചെറിയ കുട്ടിയുടെ ഭംഗി. മാളൊക്കെ ഇപ്പോഴത്തെ ഇതാൾക്കാരാ. എനിക്കുണ്ടായി പണി. ഞാൻ എന്തേ മുടിയുള്ളതുണ്ടല്ല ഇതിവിടം വെച്ച് ഒരിട കടയിൽ ഞാൻ ജോലിക്ക് പോയിരുന്നു ആ സമയത്ത് ഇതിവിടം വെച്ച് അങ്ങോട്ട് വെട്ടിട്ട് വെട്ടിയും കൊണ്ട് ഇങ്ങനെ ക്ലിപ്പിടും. ഞാൻ മുന്നേ ക്ലിപ്പ് തന്നെയല്ലേ ഇടാം, കടക്കേ ക്ലിപ്പിടും. എന്നിട്ട് ഇതിവിടെ ഇങ്ങനെ കളർ കൊടുത്ത് ഇങ്ങനെ ചരിച്ചു വരാൻ മുടി. എന്നിട്ട് ഈ ചരിച്ചു വരുന്ന ഇതുമേല് നല്ല നല്ല ഡാർക്ക് മെറൂൺ കളറിലെ കളർ. അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഒരു കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. അങ്ങനെ കൂട്ടുകാരുടെ മോള കൂട്ടുകാരത്തിലെ മോക്ക് കെട്ടിച്ചു കൊടുത്തു. കല്യാണ ഫോട്ടോ ഒക്കെ മക്കളെ കാണിച്ചു തരാട്ടോ. കല്യാണം നല്ല ഗംഭീരമായിട്ട് കല്യാണം നടത്തി മമ്മി എന്ന് വെച്ചാൽ നമ്മ എല്ലാവരും കൂടി നല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോ ഫ്ലിപ്പിൻ്റെ കൂട്ടുകാർ എല്ലാവരും ഹിപ്സ്റ്ററിൻ്റെ സിനിമ കാണണമെന്ന് പറഞ്ഞപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ട് ഹിപ്പ് നിങ്ങളുടെ ആരാണെന്ന്. ഹിപ്സ്റ്ററിന് അറിയില്ലേ? ഹിപ്സ്റ്റർ, കൊമ്പൻ, പിന്നെ റാഷിക്, കള്ളൻ അവരൊക്കെ ആയിട്ടാണ് ബ്യൂട്ട് ക്യാമ്പിൽ ഉണ്ടായിവൻ. അപ്പം എല്ലാവരും വന്ന് നല്ല സൂപ്പറായിട്ട് അടിച്ചു പൊളിച്ചൊരു കല്യാണം. അത് നമ്മുടെ കല്യാണം ഒരു പ്രത്യേകത ഉണ്ട് മക്കളെ. റിങ് താലിയല്ല, താലി മാറില്ല, റിങ്ങാണ്. പേരെഴുതിയ റിങ്ങാണ് നമുക്ക് മാറ്റം. അതേ മാറ്റം ഇത്. അത് നോയലിന്റെ പേര് എഴുതിയത് അമ്മുന്റെ പേര്. അങ്ങനെ അത് വെഞ്ചിരിച്ചതാണ്. ഇതാണ് നമുക്ക് ശരിക്കും വെഞ്ചിരിക്കണ, താലി വെഞ്ചിരിക്കണ പോലെ വെഞ്ചിരിക്കുന്നതാണ് ഈ റിങ് രണ്ടും. അത് നമ്മുടെ മരണം വരെ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം എന്നാണ് ചൊല്ലും. അങ്ങനെയാണ്. പക്ഷെ മമ്മിയുടെ കൈമേലൊന്നുമില്ല, മമ്മിയുടെ ഒക്കെ എടുത്തുപോയി. അങ്ങനെ പിന്നെ വെള്ളുടുപ്പ്, എന്തിട്ടാണ് അതിനെ പറയണേ, ഫ്രോക്ക്, വെള്ളുടുപ്പ്. അങ്ങനെ ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസിന് പറങ്കികൾക്ക് അങ്ങനെ ഉണ്ടായുള്ളൂ മുന്ന്. കോട്ട് സൂട്ട്, പിന്നെ ബ്രൈസ്മെയ്ഡ് അങ്ങനെയൊക്കെ ഉണ്ട്. ഫ്ലവർ ഗേളുകൾ ഇപ്പൊ എല്ലാ കല്യാണങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷെ ബ്രൈസ്മേനും ചെക്കൻ്റെ ഭാഗത്തുനിന്ന് ബ്രൈസ്മേൻ, പെണ്ണിന്റെ ഭാഗത്തുനിന്ന് ബ്രൈസ് ഗേള്. അപ്പൊ ഇവര് തമ്മിൽ ഇഷ്ടമാകുകയാണ് വീട്ടുകാർ ഉറപ്പിക്കുന്നത്. അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുക. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കാം. ഇഷ്ടമാണ് വീട്ടുകാർക്കൊക്കെ. അങ്ങനെയാണ് നമ്മുടെ മമ്മിയുടെ ആങ്ങളുടെ മോനില്ലേ, മോള്, മൂത്ത ആളുടെ കല്യാണത്തിന് ബ്രൈസ്മേഡ് ആയതാണ് എഞ്ചിച്ചിറ്റ. ജംസിച്ചിട്ട കല്യാണത്തിന് ബ്രൈസ്മേഡ് ആയതാണ്. അപ്പൊ ബ്രൈസ്മാൻ ജിമ്മിയങ്കേർന്ന്. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ വീട്ടുകാരെ ആലോചിച്ച് അങ്ങനെ കല്യാണം അവരുടെ അങ്ങനെ നടത്തിയതാ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു ബ്രൈസ്മെയ്ഡ് ചെക്കൻ പെണ്ണ്, അങ്ങനെ ബ്രൈസ്മെയ്ഡ്
അങ്ങനെ കോട്ടും സൂട്ടും എടുത്ത് ഞങ്ങളുടെ ആദ്യമേ മമ്മിയുടെ കല്യാണത്തിനും അങ്ങനെയായിരുന്നു വെള്ളമുടുപ്പ് പറഞ്ഞു. മമ്മിയുടെ കല്യാണത്തിൻ്റെ വെള്ളമുടുപ്പ് എൻ്റെ ബോബിതയുടെ മമ്മി, എൻ്റെ ചിറ്റാൻ്റെ ചേച്ചി വൈപ്പിൽ ഇടിച്ചേക്കുന്നത്. ആള് ഗൾഫിലായിരുന്ന സമയത്ത് എനിക്ക് എന്നിട്ട് അവിടെ നിന്ന് അഴിച്ചു തന്ന ഉടുപ്പായിരുന്നു അത്. സ്റ്റെപ്പായിട്ടുള്ള ഉടുപ്പായിരുന്നു എൻ്റെ കല്യാണത്തിന്. എൻ്റെ ഉടുപ്പ് സ്റ്റെപ്പ്. അന്ന് വണ്ണമില്ലല്ലോടാ, അമ്മൂൻ്റെ പോലെ വണ്ണമുള്ളൂ എനിക്ക്. അപ്പൊ നല്ല ഭംഗിയായിരുന്നു. ആ ഫോട്ടോ ഒക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, പക്ഷെ ഫോട്ടോ ഇല്ല എൻ്റെ കയ്യില്. ഫോട്ടോ ഇല്ല മമ്മിയുടെ കയ്യില്. അപ്പൊ ഞങ്ങളുടെ കല്യാണം, അപ്പൊ അമ്മൂൻ്റെ ഒക്കെ കല്യാണ ഫോട്ടോകള് ഇതിൻ്റെ ഇടയിൽ കൊടുക്കാട്ടാ, കണ്ടുനോക്കിക്കോളൂ, അഭിപ്രായം പറഞ്ഞോളൂ. ആൽബം ഉണ്ട്, പക്ഷെ ആൽബം ഇവിടെ വെച്ചും കൊണ്ട് ഇങ്ങനെ മറച്ചു നോക്കി അങ്ങനെ കാണിക്കാൻ ഇതില്ലല്ലോ. ഫോട്ടോ അടക്കമുണ്ട് തലേദിവസം. ഇപ്പൊക്കെ അങ്ങനെയാണ്, മധുരം കൊടുക്കലും അങ്ങനെയൊക്കെ ഉണ്ടായി. ഞങ്ങളൊക്കെ അങ്ങനെ ഹൽദി നമുക്ക് മധുരം വെപ്പായിരുന്നു, മെഹന്തി ഹൽദി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. എങ്ങനെയായാലും അടിപൊളി നമ്മുടെ ജീവിതത്തിൽ. അമ്മയ്ക്കൊരു കോള് വന്നതാ, ചിറ്റ വിളിച്ചിട്ടാ, ചേച്ചി വിളിച്ചതാ. അപ്പം അങ്ങനെ ഒക്കെ ആയിരുന്നു നമ്മുടെ കല്യാണം. വിചാരിക്കാത്ത ഒരു കല്യാണവും അങ്ങനെ നടന്ന്, എല്ലാം ഭംഗിയായി നടന്ന്. അങ്ങനെ നമ്മതേ ഇവിടം വരെ എത്തി, ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ കൊണ്ടും ഒരു കുഴപ്പമില്ല, വന്ന മോളെ കൊണ്ടും ഒരു കുഴപ്പമില്ല, നന്നായി ജീവിക്കുന്നു, പോകുന്നു. അപ്പം മക്കളെ, നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ ചെറിയ സംഭാഷണം, പിന്നെ നോയലിൻ്റെ അമ്മൂൻ്റെയും കല്യാണം കഴിഞ്ഞത്, ആ വിവരം, എൻ്റെ കൂട്ടുകാരത്തിൻ്റെ മോളെ കിട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.